അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് 100% നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ മൈലാഞ്ചിപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മൈലാഞ്ചി ഇലകൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുക്കാം കേട്ടോ, അഴുക്കൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഇലകളും കഴുകിയെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഉണക്കുന്നത്, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പരത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 3 ദിവസത്തോളം ഇട്ടിട്ടുണ്ട് അത് ഉണങ്ങി വരാനായിട്ട്. നമുക്ക് കയ്യിലിട്ട് തിരുമ്പിയാൽ അറിയാം അതിൻ്റെ ഒരു പരുവം, നല്ല ക്രിസ്പി ആയിട്ട് പോരും. അപ്പോൾ ഒരു വൃത്തിയുള്ളൊരു മിക്സി ജാറിൽ നനവൊന്നുമില്ലാതെ തന്നെ അത് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. മൈലാഞ്ചി ഇലയൊക്കെ പൊടിച്ചെടുക്കാം. ഇപ്പം നല്ലൊരു കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് മൈലാഞ്ചി ഇല പൊടിച്ചത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കണം, അതിൽ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അരിച്ചെടുക്കണം. ഇന്ന് നമ്മൾ പലതരം ഉപയോഗങ്ങൾക്കാണ് മൈലാഞ്ചി ഇല ഉപയോഗിക്കാറുണ്ട്. മുടിയുടെ എല്ലാവിധ കാര്യങ്ങൾക്കും നമ്മൾ മൈലാഞ്ചി ഇല ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചില്ലിൻ്റെ കുപ്പിയിലായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഹെന്ന ചെയ്യാനും നരയെ തടയാനും മുടി കറുക്കാനുമെല്ലാം മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുന്നു. കടയിൽ പോയി കെമിക്കൽ ഉള്ള പൊടി വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ മൈലാഞ്ചിപ്പൊടി പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം മൈലാഞ്ചി കൈകളിലും നഖങ്ങളിലൊക്കെ ഇടാനായിട്ട് നമുക്ക് ഈ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റും. അതിനുള്ളൊരു ടിപ്സ് കാണിച്ചു തരാം. നമുക്ക് പഞ്ചസാര 1/2 സ്പൂൺ പഞ്ചസാര എടുക്കാം. 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടി, ചെറുനാരങ്ങയുടെ ഒരു പകുതി കഷ്ണം, അരമുറി ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കലക്കിയെടുക്കുക. ഭയങ്കര കട്ടിയും ഭയങ്കര ലൂസും വേണ്ട, നഖത്തുമ്മൽ ഇടാനുള്ളൊരു പാകം മതി. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചുവപ്പുള്ളൊരു കളറായിട്ട് വരും. ഇതിപ്പോൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നഖങ്ങളിലും കൈകളിലും ഇടുകയാണെങ്കിൽ നല്ലൊരു ചുവപ്പ് നിറം കിട്ടും. അത്യാവശ്യം 1 മണിക്കൂർ ഇടുമ്പോൾ തന്നെ കൈകൾക്കൊക്കെ നല്ലൊരു കളർ വരും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ.